എന്തുവേ? അയ്യോ ചേട്ടൻ എപ്പോ വന്നു? ഞാൻ വണ്ടിയുടെ സൗണ്ട് പോലും കേട്ടില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്ന് ഇരുന്നതേ ഉള്ളൂടി. എന്നാ ചായ എടുക്കട്ടെ? ചായ വേണ്ട, നല്ല ദാഹം. നീ ചൂടുള്ള എന്നാ മതി. എന്നാ ചേട്ടാ ഇന്നും ആ പത്രക്കാരൻ വന്നായിരുന്നു. കഴിഞ്ഞ മാസത്തെ പൈസയും കൊടുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, കൊടുക്കാനുള്ള പൈസ കംപ്ലീറ്റ് കൊടുത്തിട്ടേ പത്രം അങ്ങ് നിർത്താം. എല്ലാം കൂടെ ഓടി പോകത്തില്ലടി. ചേട്ടാ കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുന്ന കാരണം അത് കൃത്യമായിട്ട് അടയുന്നുണ്ട്. പക്ഷെ ഈ മാസത്തേത് 2 ദിവസം കൂടെ അവർ വന്ന് ഫ്യൂസ് ഊരും. അടയ്ക്കാം, നാളെ മറ്റന്നാൾ അതങ്ങ് അടയ്ക്കാം. ഡെയിലി രാവിലെ പാലെടുക്കാൻ ചെല്ലുമ്പോൾ ആ ചേച്ചിയുടെ മുഖത്ത് പോലും നോക്കാൻ വയ്യ. 2 മാസത്തെ പാലിന്റെ പൈസ പെൻഡിങ്ങാ. പാലിന്റെ പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കണം. കാരണം ഒന്നാമത് മഴക്കാലം, അവർക്കും ബുദ്ധിമുട്ടൊക്കെ കാണും. പശുവിന് തീറ്റയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടല്ലേ. പാലിന്റെ പൈസയും കറണ്ട് ചാർജ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാം. സ്കൂള് തുറക്കാറായി. മോൻ എന്തോ യൂണിഫോമിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. അതെന്തോ അമ്മനെ യൂണിഫോമിന്റെ കാര്യം? യൂണിഫോം സ്കൂളിൽ നിന്നല്ലേ തരുന്നത്? അച്ഛാ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നായിരുന്നു. ഓഗസ്റ്റ് മാസത്തിലെ യൂണിഫോം കിട്ടത്തുള്ളൂ. എനിക്ക് വേറെ യൂണിഫോം ഒന്നും ഇല്ല ഇവിടെ. ജൂൺ 2 തൊട്ട് ഇടണമെന്നാ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം എന്തിയാ മോനെ? ആ യൂണിഫോം എനിക്ക് ഭയങ്കര ടൈറ്റാ. കഴിഞ്ഞ വർഷമേ ടൈറ്റ് ആയിരുന്നത്. ചേട്ടാ അവന് കഴിഞ്ഞ വർഷം 2 യൂണിഫോം ആയിരുന്നു ആകെ ഉള്ളത്. ഒരെണ്ണം മോൻ പറഞ്ഞ പോലെ അവന് ചേരത്തില്ല. ഒരെണ്ണം ആണെങ്കിൽ കരിഞ്ഞു പോയി തേച്ച്. അതെനിക്കറിയാം, കഴിഞ്ഞ വർഷം കരിഞ്ഞു പോയി, ഞാൻ കണ്ടു. ഞാൻ ഇവനോട് പറഞ്ഞിട്ടുള്ളതാ, തലേ ദിവസം തന്നെ ടൈം ടേബിൾ എടുത്ത് വെക്കണം, തുണിയെല്ലാം തേച്ച് വെക്കണം. രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് നേരത്തിന് കാലത്തിന് എഴുന്നേക്കത്തുമില്ല. എന്നിട്ട് വന്ന് കിടന്ന് ധൃതി പിടിക്കല്ല. ടൈം ടേബിൾ എടുക്കാൻ പോകുന്നു, തുണി തേക്കാൻ പോകുന്നു, അങ്ങനെ തേച്ചാ അത് കരിച്ചു കളഞ്ഞത്. ഇതെല്ലാം കൂടെ ഞാൻ എന്തോ ചെയ്യുന്നത്? സ്കൂൾ തുറക്കുന്ന സമയമാണ്, ഒന്നാമത് മഴ. ചേട്ടാ ഈ മാസത്തെ സാലറിയിലൂടെ ഇത്തിരി സാലറി അഡ്വാൻസ് കൂടെ വാങ്ങിക്കാനൊക്കത്തില്ലയോ? കഴിഞ്ഞ മാസത്തെ അഡ്വാൻസ് പിന്നെ നീ കൊണ്ട് കൊടുക്കൂ? എടി ഒന്നാമത് ബിസിനസ് ഭയങ്കര മോശമോ. എപ്പോഴെപ്പോഴും ചെന്ന് സാലറി അഡ്വാൻസ് മറ്റേത് മറിച്ചത് നമ്മൾ ചോദിക്കാനൊക്കത്തില്ല. എന്തെല്ലാം കാര്യങ്ങൾ അടയ്ക്കാനുണ്ടെന്നറിയോ? ബൈക്ക് മാറിയെടുത്തു, അതിൻ്റെ EMI അടയ്ക്കണം. 3850 രൂപ വെച്ച് അടയ്ക്കണം. കഴിഞ്ഞ മാസം തോണ്ടണമെന്നും പറഞ്ഞ് ഫോണൊരെണ്ണം വാങ്ങിച്ചങ്ങോട്ട് വന്നില്ല 20,000 രൂപയ്ക്ക്. അതിൻ്റെ അടയ്ക്കണം. അതിൻ്റെ എത്ര വെച്ചെന്നറിയില്ല, 1200 രൂപ വെച്ച് അത് അടയ്ക്കണം മാസം. ഞാനൊരു ഫോൺ വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. 20,000 രൂപയുടെ ഫോൺ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ബെസ്റ്റ്. അപ്പോൾ മേടിച്ചു തന്നത് ഞാൻ കുറ്റക്കാരൻ. ഇനി നല്ലൊരു ഫോൺ ഉപയോഗിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങ് വാങ്ങിച്ചു തന്നതാണ്. ഞാൻ ഈ വാങ്ങിച്ചു തന്നേച്ച് ഞാൻ പറയുമല്ല കേട്ടോ. നമ്മുടെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നമുക്ക് പച്ചക്കറി തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് 200 രൂപയുടെ പച്ചക്കറി വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയും. പിന്നെ മീൻ എത്ര രൂപയുടെ മീൻ ഉണ്ടെങ്കിലും ഒരു മാസത്തേക്ക് 12,000 രൂപയുടെ മീൻ വേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ പോട്ടെ 1000 രൂപയുടെയെങ്കിലും വേണ്ടി വരത്തില്ല. പലവ്യഞ്ജനങ്ങൾ എല്ലാം കൂടെ, മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ, പലചരക്ക് സാധനങ്ങളെല്ലാം കൂടെ എത്ര രൂപ വേണം? 10,000 രൂപയുടെ സാധനം മാസം വാങ്ങിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അത് തീർന്നു ഇത് തീർന്നു പറഞ്ഞാൽ എല്ലാം കൂടെ പറയത്തില്ലേ? എന്റെ പൊന്നി ചേട്ടാ, ഇതെല്ലാം വീട്ടിൽ വേണ്ട സാധനങ്ങളാണ്. ഇതൊന്നും വാങ്ങിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. കൊച്ചിന് സ്കൂൾ തുറക്കുക, അവന് സ്കൂളിൽ പോകാനായിട്ട് ബാഗ് വാങ്ങിക്കണം, കുട വാങ്ങിക്കണം, ബുക്ക് വാങ്ങിക്കണം, ടിഫിൻ ബോക്സ് വാങ്ങിക്കണം, കുപ്പിയില്ല നല്ല ഒരെണ്ണം അത് വാങ്ങിക്കണം. പിന്നെ കൊച്ചിന് കാലിലിടാനെ കൊണ്ട് നല്ലൊരു ഷൂവോ ചെരുപ്പോ ഇല്ല, അതുവരെ വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ. രാവിലെ മുതൽ ജോലി സ്ഥലത്തെ ഓരോ പ്രശ്നങ്ങളും ടെൻഷനും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പ്രാരാബ്ദങ്ങളൊരു വലിയൊരു കെട്ടെടുത്ത് അങ്ങ് നിരത്തുവാണ്. എന്തെല്ലാം കേൾക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്. സ്കൂളിൽ ഫീസ് അടച്ചില്ല, സ്കൂളിലെ വണ്ടിക്കാശ് കൊടുത്തില്ല, യൂണിഫോം കൊടുത്തില്ല, പുസ്തകം വാങ്ങിച്ചില്ല, ബുക്ക് വാങ്ങിച്ചില്ല, കറണ്ട് ചാർജ് അടച്ചില്ല, പാലടച്ചില്ല, വെള്ളത്തിൻ്റെ അടച്ചില്ല, EMI അടച്ചില്ല. ഇതെല്ലാം കൂടെ കേട്ട് മനുഷ്യന് പ്രാന്ത് പിടിക്കുമ്പോഴാണ് ചിലപ്പോൾ ആണുങ്ങൾ പോയി 2 അടിക്കുന്നത്. ഉടനെ അവൻ കുടിയനുമായി. ചേട്ടാ ഇത്രമാത്രം പൈസയ്ക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാ പോയി കൂച്ചുന്നത്? ഞങ്ങൾക്കും ഉണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ, എന്നിട്ട് ഞങ്ങളാരും കുടിക്കുന്നില്ലല്ലോ. നിങ്ങളാണുങ്ങൾക്ക് സങ്കടം വന്നാൽ കുടിക്കും, സന്തോഷം വന്നാൽ കുടിക്കും, വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നെന്നും പറഞ്ഞും കുടിക്കും. പൊളുത്തി ഞാൻ കുടിച്ച് തലയും കുത്തില്ല ഇങ്ങോട്ട് കയറി വരുന്നത്. എടി ഗവൺമെന്റ് പോലെ നമുക്ക് എന്തോ തരുന്നത്? ഇവിടെ ഇഷ്ടം പോലെ വസ്തുവും മക്കള് പേർഷക്കാരും ഒക്കെ ഉള്ളവർക്ക് പോലും പിങ്ക് കാർഡും മഞ്ഞ കാർഡും കൊടുത്തേക്കുന്നത്. ഞാനാണെങ്കിൽ നക്കാപ്പിച്ച വാങ്ങിക്കുന്നത്. എനിക്കെന്തുവാ തോന്നിക്കുന്നത്? വെള്ളക്കാറ്. കാരണം ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? കാറുണ്ട് പോലും, കാറ്. 17 വർഷം പഴക്കമുള്ള ഒരു കാറാണ്. അത് ഞാൻ തള്ളിക്കൊണ്ട് വേണം പോകാൻ. ശരിയാ ചേട്ടാ, അതുപോലും നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഒരു ഗുണമില്ല. അത് ശരിയാ. ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി പോയാലും ഓരോരോ ടെസ്റ്റിനും മറ്റേനും എല്ലാം കാശ് കൊടുക്കണമല്ലോ. നേരത്തെ ആണെങ്കിൽ അതില്ലായിരുന്നു. ഇപ്പൊ വെള്ളക്കാർഡാക്കിയില്ലേ? വെള്ളക്കാറ്. ശമ്പളം ഇല്ലാലെന്താ, ജീവിക്കാൻ ഗതിയില്ലാലെന്താ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൈസയൊന്നും കണ്ടമാനം കളയരുതെന്ന്. ചേട്ടൻ എന്തോ പറഞ്ഞ? ഞാൻ എന്തോ കണ്ടമാനം കളയുന്നത്? വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനും നോക്കുന്നില്ലേ? എടി എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ നിന്നെ ഏൽപ്പിക്കുന്നില്ലയോ? ആ പൈസ പിന്നെ എന്തോ കൊടുക്കുക? ടെസ്റ്റ്. ഒരു വീടായ പല കാര്യങ്ങളുണ്ട്. ഒരു കല്യാണം, പെരവാസ്തുരി, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ അതിന് കൊണ്ടുപോകണം. പിന്നെ ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിന് എനിക്ക് കുറെ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കണം. അതിനല്ലേ ചേട്ടാ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറയാറുള്ളത് എന്നെയും കൂടെ ഒരു ജോലിക്ക് വിടാന്. എന്തെങ്കിലും ഒരു 10,000-10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യത്തിന് എടുക്കരുതോ? ഇനിയിപ്പോൾ അതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. ഇനി ജോലിക്ക് ഇവിടെ ഇറങ്ങി പോയിട്ട് വേണം നമ്മൾ കയറി വരും, നമുക്കൊരു വെള്ളം പോലും കിട്ടാതിരിക്കുക. പിന്നെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളെല്ലാം ഭർത്താക്കന്മാർക്ക് വെള്ളം കൊടുക്കാതിരിക്കുക. ഒരു വീട്ടിൽ 2 പേർക്ക് ജോലി ഉണ്ടായിട്ട് പോലും അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ ഇത് ഇപ്പോൾ ഇച്ചിരി സമാധാനവും
സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ജോലിക്കും കൂടെ ഇറങ്ങിപ്പോയിട്ട് 10 പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഇനി ആണുങ്ങളുടെ തോളെ കയറാൻ. നിങ്ങൾക്കിപ്പോൾ എന്തുവാ കയറി വരുമ്പോൾ നിങ്ങൾക്ക് പൂമുഖവാതിൽ ഇങ്ങനെ ചായയും കൊണ്ട് നിൽക്കണം, നിങ്ങളെ സ്വീകരിക്കണം, അതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടിയത്. പക്ഷെ അങ്ങനൊന്നും അല്ല ഏട്ടായി. ഈ വന്ന കാലം രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് നല്ലതായിട്ട് ജീവിച്ചു പോകാനൊക്കത്തുള്ളൂ. ഒരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആദ്യം ആരാണോ ജോലി കഴിഞ്ഞ് വരുന്നത് അവർ ജസ്റ്റ് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒന്ന് സഹായിക്കുക. അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ആളും കൂടെ കയറും. അങ്ങനെയൊക്കെയാ ചേട്ടാ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതാണ് നോട്ട് ദ പോയിന്റ്. അടുക്കളക്കാരനാക്കണം എന്നെ. നേരത്തെ വരുന്നവൻ കയറി അടുക്കളയിൽ കയറി ചെയ്യണമെന്ന്. അപ്പൊ എന്നെ നീ അടുക്കളക്കാരനാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നിനക്ക് കൂടി ഇരിക്കാൻ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എന്തായാലും നീ ഇപ്പം ജോലിക്ക് പോകണ്ട. അന്നേരം ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു വീട്ടിലുണ്ടാകത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പിള്ളേരെയൊക്കെ നോക്കി അവർക്കൊരു 4 ലക്ഷം പറഞ്ഞു കൊടുത്ത് ഒക്കെ അങ്ങ് ഇരുന്നാൽ മതി. വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചെയ്തു. നിങ്ങളുടെ ഈഗോയാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ എന്നെ ജോലിക്ക് വിട്. ജോലി കഴിഞ്ഞിട്ട് വീട്ടു ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ആയിക്കോട്ടെ, ഞാൻ ജോലിക്ക് വിടാം. പക്ഷെ ഒരു കാര്യമുണ്ട്, രാത്രി ആകുന്നതിന് മുമ്പേ വീടിനകത്ത് കയറിക്കണം. ഞാൻ കയറി വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണം. പിന്നെ എന്നെയും കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നത് ഞാൻ സഹായിച്ചു തരാം. എന്താ അങ്ങനെ മുന്നോട്ട് പോയാൽ? പിന്നെ സാലറി കിട്ടുന്നു എന്നും പറഞ്ഞിട്ട് എൻ്റെ തോളെ കയറാൻ നോക്കരുത്. അന്ന് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. സമ്മതമാണോ? ഓക്കെ ചേട്ടാ, ഞാൻ ആ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേരുടെ ജോലിക്ക് പോകുന്നു, നമ്മുടെ ജീവിതം സന്തോഷമാകുന്നു. അതെ, വല്ലപ്പോഴും 2 വീശുന്നതിന് കുഴപ്പമുണ്ടോ? നമ്മുടെ ഇടയിൽ അത് വേണോ? വല്ലപ്പോഴും വിശേഷ ദിവസങ്ങളിൽ അതുപോലെ. ഓക്കെ.